നമസ്കാരം. രോഗാവസ്ഥയും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും തുറന്നു പറയാൻ മടിയുള്ളവരാണ് ഭൂരിപക്ഷം ആളുകളും. എന്നാൽ തങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ തുറന്നു പറയുന്നവരുമുണ്ട്. സെലിബ്രിറ്റികൾ തന്നെ ഇത്തരത്തിൽ തങ്ങളുടെ രോഗവിവരങ്ങൾ പരസ്യമായി പങ്കുവയ്ക്കുകയും അവരുടെ പ്രതിസന്ധിയെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാൻ ഒരു പരിധിവരെ സഹായകമാണ്. ഇപ്പോൾ തനിക്ക് ADHD രോഗാവസ്ഥയുണ്ടെന്ന നടൻ ഫഹദ് ഫാസിലിന്റെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ADHD കണ്ടെത്തിയാൽ ചികിത്സിച്ച് മാറ്റാമെന്നും എന്നാൽ തനിക്ക് 41-ാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യതയില്ലെന്നും ഫഹദ് പറയുന്നു. കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഫഹദ്. പല പ്രാവശ്യം ADHD എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും പലർക്ക് ഈ രോഗത്തെപ്പറ്റി വ്യക്തമായി ധാരണയില്ല. ഫഹദിന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ ADHD എന്താണെന്ന് തിരയുന്നവരുമുണ്ട്. ADHDയെ വിശദമായി അറിയാം. സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികസനവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം അഥവാ ADHD. ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാനാകാതെ വരുന്ന ഇൻഅറ്റൻഷൻ, ഒരു കാര്യത്തിലും ക്ഷമയില്ലാതെ എടുത്തുചാടി ഓരോന്ന് ചെയ്യുന്ന ഇമ്പൾസിവിറ്റി, ഒരിക്കലും അടങ്ങിയിരിക്കാതെ ഓടി നടക്കുന്ന ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവയാണ് ADHDയുടെ മുഖമുദ്ര. അവസാനമായി പറഞ്ഞ ഹൈപ്പർ ആക്ടിവിറ്റി പല കുട്ടികളിലും ചെറുപ്പത്തിൽ ഉണ്ടാകാറുണ്ടെങ്കിലും ചിലരിൽ മുതിർന്നാലും ഇത് മാറിയെന്ന് വരില്ല. ADHDയെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനായി മുതിർന്നവരിലെ ചില ADHD ലക്ഷണങ്ങളും അവയ്ക്ക് പിന്നിലുള്ള കാരണങ്ങളുമുണ്ട്. ഫോൺ ഫ്രിഡ്ജിൽ വെച്ച് മറക്കുക, ഏതെങ്കിലും മുറിയിലേക്ക് കയറിയ ശേഷം എന്തിനായിരുന്നു അങ്ങോട്ട് പോയതെന്ന് മറക്കുക എന്നിങ്ങനെ ഹ്രസ്വകാല ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥ ADHD ലക്ഷണമാണ്. വിവരങ്ങളെ ശേഖരിച്ചു വയ്ക്കാനുള്ള തലച്ചോറിന്റെ ശേഷിക്കുള്ള തകരാറാണ് ഈ ഓർമ്മക്കുറവിന്റെ കാരണം. എപ്പോഴും വൈകി വരിക, ഒരു ജോലിക്കായി നീക്കിവെക്കേണ്ട സമയത്തെക്കുറിച്ച് ധാരണയില്ലാതിരിക്കുക, ബില്ലുകളും മറ്റും അടയ്ക്കാൻ അവസാന നിമിഷം വരെ വൈകിപ്പിക്കുക, 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ജോലിയാണെങ്കിൽ പോലും അത് തുടങ്ങാൻ ബുദ്ധിമുട്ടുക എന്നിവയെല്ലാം ADHD ലക്ഷണങ്ങളാണ്. തലച്ചോറിന്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് സജീവമല്ലാത്തതിനെ തുടർന്നോ ഇതിനെ ഉദ്ദീപിപ്പിക്കുന്ന ഡോപ്പമീൻ തകരാറുകളെ തുടർന്നോ ഒക്കെയാണ് ഇത് സംഭവിക്കുന്നത്. ഇതുമൂലം ചെയ്തു തീർക്കേണ്ട ജോലിയുടെ അടിയന്തര സ്വഭാവത്തെപ്പറ്റി ADHD രോഗികൾക്ക് മനസ്സിലാകില്ല. ഇതിനാൽ ജോലികൾ ചെയ്യാതെ തള്ളിവെച്ച് അവസാന നിമിഷം തിടുക്കപ്പെട്ട് ചെയ്യേണ്ടി വരുന്നു. മുന്നിൽ വരുന്ന ചില കാര്യങ്ങളിൽ അമിതമായ ഊന്നലും ശ്രദ്ധയും നൽകുന്നതും ADHDയുടെ ലക്ഷണങ്ങളാണ്. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഹോബിക്കായി മണിക്കൂറുകൾ ചെലവഴിച്ച് സമയബോധമില്ലാതെ മറ്റു ഉത്തരവാദിത്തങ്ങൾ അവഗണിക്കുന്ന സ്വഭാവം. ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായെന്ന് വരാം. വീട് പൂട്ടി പുറത്തിറങ്ങിയിട്ടും സംശയം തീരാതെ 3, 4, 5 തവണയൊക്കെ തിരികെ പോയി വീണ്ടും പരിശോധിക്കുന്നതുമൊക്കെ ADHD ലക്ഷണങ്ങളാണ്. ഡോപ്പമിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട തകരാറുകളാണ് ഈ ലക്ഷണങ്ങൾക്ക് പിന്നിൽ. പൊട്ടിയ പട്ടം പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മനസ്സാണ് മറ്റൊരു ലക്ഷണം. ചിന്തയിൽ മുഴുകി പുസ്തകത്തിലെ വായിച്ച പേജ് തന്നെ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷയത്തിൽ നിന്ന് തെന്നിമാറി മറ്റെന്തൊക്കെയോ സംസാരിക്കുക, ചിലപ്പോൾ മറുവശത്തിരിക്കുന്ന ആളിനെ തന്നെ ശ്രദ്ധിക്കാതെ വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് തെന്നിമാറുക എന്നിവയെല്ലാം ADHD മൂലം സംഭവിക്കുന്നതാണ്. മോഡ് നെറ്റ്വർക്കിന്റെ അമിത പ്രവർത്തനം മൂലമാണ് തലച്ചോർ അറിയാതെ ഈ പകൽക്കിനാവുകളിലേക്ക് വഴുതി പോകുന്നത്. ADHD രോഗികൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ നേരിടുന്ന നിരാകരണങ്ങളെ കൈകാര്യം ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും. പ്രതികൂലമായ വിധിയാണ് ഉണ്ടാകാൻ പോകുകയെന്ന അമിത ചിന്ത, ഉത്കണ്ഠ, സമ്മർദ്ദം എന്നിവ ഇവർക്കുണ്ടാകും. നിരന്തരമായി ഇവർക്ക് സമാശ്വാസം നൽകിക്കൊണ്ടിരിക്കേണ്ടതായി വരും. ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലെ അസന്തുലനമാണ് ഇത്തരം വൈകാരിക പ്രതികരണങ്ങളിലേക്ക് നയിക്കുന്നത്. ADHD വരാനുള്ള കാരണങ്ങൾ ഇന്നും അജ്ഞാതമാണെങ്കിലും നമ്മുടെ ജനിതകത്തിന് ഇതിൽ മുഖ്യ പങ്കുണ്ടെന്ന് കരുതപ്പെടുന്നു. ജനിതകപരമായ ഘടകങ്ങൾക്ക് പുറമെ തലച്ചോറിന് വരുന്ന പരിക്കുകൾ, ഗർഭാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ ലെഡ് വിഷവസ്തുക്കളുമായുള്ള സമ്പർക്കം പോലുള്ള പാരിസ്ഥിതിക കാരണങ്ങൾ, മാസം തികയാതെയുള്ള ജനനം, ജനന സമയത്തെ കുറഞ്ഞ ഭാരം എന്നിവയും ADHD സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഗർഭിണിയായിരിക്കെ അമ്മ മദ്യവും പുകയിലയും ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. പല ഘട്ടങ്ങളിലൂടെയാണ് ഒരാൾക്ക് ADHD ഉണ്ടോ എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത്. ഇതിന് ഒന്നിലധികം പരിശോധനകളും വേണ്ടി വന്നേക്കാം. ബിഹേവിയർ തെറാപ്പിയും മരുന്നുകളുമെല്ലാം അടങ്ങുന്നതാണ് ഇതിനുള്ള ചികിത്സ. വാർത്തയുടെ നിറം തേടി തനി നിറം.